ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ അയർലൻഡിലേക്ക് നേഴ്സായിട്ട് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്നും അതേപോലെ തന്നെ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്താണെന്നും. നിങ്ങളുടെ NMBA പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് DL ഒക്കെ കിട്ടി നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങളോട് പറയും ഒന്നുകിൽ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പിന്ന് കിട്ടുന്നത്. ഇതിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അയർലൻഡിൽ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ചില ഹോസ്പിറ്റൽസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ആവശ്യപ്പെടും, ചില ഹോസ്പിറ്റൽസ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആവശ്യപ്പെടും. സോ നിങ്ങൾ ഏജൻസി ത്രൂ ഒക്കെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിയോട് ചോദിക്കാം ഈ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ആണോ അഡാപ്റ്റേഷൻ ആണോ. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ചിലർ അങ്ങനെ ഒന്നും നോക്കത്തില്ല, എന്തായാലും അറ്റൻഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും അഡാപ്റ്റേഷൻ ആണെങ്കിലും ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ യു. എന്തായാലും എന്താണ് അഡാപ്റ്റേഷൻ, എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അഡാപ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു പ്രിസെപ്റ്റർ കാണും. പ്രിസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആണ്. ഈ രജിസ്റ്റേർഡ് നഴ്സ് നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ഡ്യൂട്ടിയിൽ കാണും. അവരുടെ ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഡ്യൂട്ടി ഇടുന്നത്. അപ്പോൾ ഇവരെയാണ് നിങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്ത് കാണിക്കേണ്ടതും അല്ലെങ്കിൽ വൈവ ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കേണ്ടത്. സോ നിങ്ങൾക്ക് കിട്ടിയ ആ പ്രിസെപ്റ്ററിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു 6 to 10 വീക്സ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, ചിലർക്ക് ഒട്ടും സ്ട്രെസ്ഫുൾ ആയിരിക്കത്തില്ല. അതെല്ലാം ഇവരെ ആശ്രയിച്ചിരിക്കും. അഡാപ്റ്റേഷൻ പീരീഡിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ തരും. ഇൻഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാത്തിനെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിൽ കാണും നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ വൈവേ ആണ് നിങ്ങൾ കേൾപ്പിക്കേണ്ടത്. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രൊസീജിയേഴ്സ് വരുന്ന അതനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. നിങ്ങൾ തന്നെ കൂടുതലും ഇനിഷ്യേറ്റീവ് എടുക്കണം അതൊക്കെ ചെയ്ത് കാണിക്കാനായിട്ട്. സോ ഇതൊക്കെ അവർ നോട്ടീസ് ചെയ്യും. മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് നിങ്ങളുടെ തിയറിറ്റിക്കൽ ആൻഡ് ക്ലിനിക്കൽ കോമ്പിറ്റൻസി ആണ്. സോ ഇത് ഒരു 6 ഡൊമൈനിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. ആ ഡൊമൈൻസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. Professional values and conduct of the nurse, nursing practice and clinical decision making, knowledge and cognitive competencies, communication and interpersonal competencies, management and team competencies, leadership and professional scholarship competencies. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്തൊക്കെയാണ് ആ 6 ഡൊമൈൻ. സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങൾക്ക് സ്കോർ ഇടുന്നത്. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസി ആണ്. കാരണം നിങ്ങൾ ഇപ്പൊ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും അവർ നോട്ടീസ് ചെയ്യും നിങ്ങൾ പേഷ്യൻസിനോടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതർ സ്റ്റാഫ്സിനോടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കും. സോ ഇതിലെ 6 ഡൊമൈനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ സ്കോറിംഗിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പാസ് ആയാലും നിങ്ങൾ ഫെയിൽ ആയാലും ഇത് ലാസ്റ്റ് അവർ ഡയറക്ടർ ഓഫ് നഴ്സിംഗിനെ ഏൽപ്പിക്കും. അതേപോലെ തന്നെ NMBA ബോർഡിനും കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ പാസ്സായോ അതോ ഫെയിൽ ആയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾക്ക് നല്ലൊരു പ്രിസെപ്റ്ററിനെയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു 6 to 10 വീക്സ് ടൈം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അതല്ല ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ 2 എക്സ്പീരിയൻസ് ഉള്ളവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഒട്ടും കുഴപ്പമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന IVസും ഡ്രസ്സിങ്ങും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ അഡാപ്റ്റേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്റ്റുഡന്റിന്റെ ഒരു സാലറി കിട്ടുന്നുണ്ട്. 39 hours per week എങ്ങാണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പ്രിസെപ്റ്റർ ആബ്സെന്റ് ആണെങ്കിൽ ചിലപ്പോൾ അവർ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യും അന്നത്തെ ദിവസം നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട്. മോസ്റ്റ്ലി നിങ്ങളുടെ പ്രിസെപ്റ്ററിന്റെ ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടിയും പോകുന്നത്. സോ ഇതൊക്കെയാണ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 ദിവസത്തെ ഒരു എക്സാം ആണ്. ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലും. തിയറിയിൽ ഒരു 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അതാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസിയാണ്. 150 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ട് ഇപ്പൊ രാവിലെ എക്സാം നടക്കുന്നെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് വരും. പിന്നെ പ്രാക്ടിക്കൽ ചിലപ്പം നെക്സ്റ്റ് ഡേ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നത്. സോ പ്രാക്ടിക്കലിനകത്തും ഒരു 14 to 20 സ്റ്റേഷൻ കാണും. മോസ്റ്റ്ലി 14 സ്റ്റേഷൻ ആണ്. 14 സ്റ്റേഷനിൽ ഓരോ സ്റ്റേഷനിലും 2 അസസേഴ്സ് വെച്ച് കാണും. അവരാണ് നിങ്ങളുടെ സ്കോർ ഇടുന്നത്. സോ ഈ ഓരോ സ്റ്റേഷനിലും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ഇതിൽ മെയിൻ ആയിട്ട് IVs കാണും, ഡ്രസ്സിംഗ് കാണും, അതുപോലെ തന്നെ ഇസ്ബാർ കാണും, വൈറ്റൽസ് കാണും. ഇങ്ങനെ 14 സ്റ്റേഷൻസ് ഉണ്ട്.
സെപ്സിസിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ട്, സ്റ്റുഡന്റ് ടീച്ചിങ്ങിന്റെ സ്റ്റേഷൻ ഉണ്ട്, പേഷ്യന്റ് ടീച്ചിങ്ങിന്റെ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. blood product administration, infection control policies and waste management, diagnostic test, chest pain management, medication preparation, blood glucose monitoring. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻസ് എന്ന്. സോ ഇവിടെ എല്ലാം നിങ്ങൾ കാണിക്കുന്നത് പ്രൊസീജിയേഴ്സ് ആണ്, നമ്മൾ നോർമലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് 10 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. 10 മിനിറ്റ്സിൽ കൂടുതൽ അവർ തരത്തില്ല. ചിലപ്പോൾ അവർ 8 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മതി എന്ന് പറയും. നിങ്ങൾ നന്നായിട്ടാണ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ അവർ പറയും 8 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയി മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പറയും. ചിലപ്പം 10 മിനിറ്റ്സ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയില്ലെങ്കിലും അവർ പറയും സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറയും. പിന്നെ നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സ്റ്റേഷന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും സ്കോർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡെസ്പായിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റേഷനും പോവും, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷനും അഫക്റ്റ് ആവും. അപ്പൊ അതൊന്നും വേണ്ട. ഇപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അടുത്തത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കുക. ചിലപ്പം ഒരു 13 സ്റ്റേഷനും നന്നായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം ഇച്ചിരി കുഴപ്പമാണെങ്കിലും ഫെയിൽ ആകാൻ ചാൻസ് കുറവാണ്. സോ ഒരു സ്റ്റേഷൻ ബാഡ് ആയെന്ന് വെച്ചാൽ അത് അടുത്തതിലേക്ക് നിങ്ങൾ കൊണ്ട് ചെല്ലരുത്. അയ്യോ അത് പോയല്ലോ ഇനിയിപ്പോ അടുത്തതും പോകുമെന്നൊക്കെ ഓർത്ത് പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഷനെ അഫക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റേഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് 2 ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഇതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ഒന്നുകൂടെ 1 വീക്ക് കഴിഞ്ഞിട്ട് എങ്ങോട്ട് എഴുതാം. അപ്പൊ അതും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവുകയെ നിവർത്തിയുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ടെൻസ്ഡ് ആകാതെ ചെയ്യണം ഓരോ സ്റ്റേഷൻസും. കാരണം ആ ഒരു 1 ഡേ ആണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. അഡാപ്റ്റേഷൻ്റെ അത് ഞാൻ പറഞ്ഞത് അത് കംപ്ലീറ്റ്ലി പ്രിസെപ്റ്ററിനെ ആശ്രയിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾക്ക് കിട്ടുന്ന അസസേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഓരോ സ്റ്റേഷനിലും ഞാൻ പറഞ്ഞല്ലോ രണ്ട് അസസർ വെച്ചാണ്. അപ്പൊ അവരെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നല്ലൊരു അസസറിനെ കിട്ടാനും നിങ്ങൾ അഡാപ്റ്റേഷനാ ചെയ്യുന്നെങ്കിൽ നല്ലൊരു പ്രിസെപ്റ്ററിനെ കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. സോ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോസ്റ്റ്ലി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും അറിയാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് 1 to 2 വീക്സിനകത്ത് പിൻ കിട്ടും. ഇപ്പം ഒത്തിരി ഡിലേ ആകുന്നുണ്ട് പിന്ന് കിട്ടാനായിട്ട്. 1 മന്ത്സും 2 മന്ത്സ് ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പം. നേരത്തെയൊക്കെ 1 to 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്കിനകത്തൊക്കെ പിൻ കിട്ടുമായിരുന്നു. പക്ഷെ അഡാപ്റ്റേഷൻ ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും നിങ്ങൾക്ക് പിന്ന് കിട്ടാൻ ഡിലേ ആയാലും നിങ്ങളെ ഡ്യൂട്ടിക്ക് കയറ്റും. പിന്ന് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നേഴ്സ് എന്ന നിലയിൽ ഉള്ള ലൈക്ക് എന്താ പറയാ മെഡിസിൻസ് കൊടുക്കാനും IVs ഒക്കെ കൊടുക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ, സൈൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെയൊക്കെ ഒരു ഓറിയന്റേഷൻ ഒക്കെ പോലെയുള്ള ആ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും പിന്ന് കിട്ടുന്നതിന് മുന്നേ തന്നെ ആയാലും. അപ്പൊ അത്രയുള്ള അഡാപ്റ്റേഷനും ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേണമെന്നുള്ളവരും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ചേഞ്ചസോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യാമെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.